ഹല്ലേലൂയ. ഇപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ മുമ്പോട്ട് പോകുന്ന വഴിയിൽ ചിലപ്പോൾ നമ്മൾ വീണു പോവാം, തളർന്നു പോവാം. എന്തൊക്കെ സാഹചര്യം വന്നാലും നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുക. ഒരു വഴി അവിടുന്ന് തെളിയിച്ച് തരുന്നതായിരിക്കും. ഇപ്പോൾ എന്തൊക്കെ പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും അതെല്ലാം ഇടിച്ചു തകർക്കാൻ സ്വർഗീയ പിതാവിന് അവിടുന്ന് സാധിക്കുന്നതാണ്. മുമ്പോട്ടുള്ള വഴി എന്ത് തന്നെയായാലും, പ്രയാസങ്ങളായാലും വേദനകളായാലും എല്ലാം കർത്താവിനോട് നമുക്ക് പറയാം. അവിടുന്ന് അവൻ നിങ്ങളെ വഴി നടത്തുന്നതായിരിക്കും. നമുക്കൊരു സമയം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്നീ ദിവസം നമ്മുടെ മുമ്പാകെ ഒരുക്കി തന്ന എന്നെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മുമ്പോട്ടുള്ള ഓരോ വഴിയിലും എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെന്നറിയില്ല കർത്താവേ. ജീവിതമാവുന്ന ഈ ഒരു യാത്രയിൽ അങ്ങയുടെ കൃപകളാൽ വഴി നടത്തണമേ കർത്താവേ. സ്വർഗസ്ഥ പിതാവേ, അവനെ നീ അറിയുന്നുണ്ടോ? എൻ്റെ വേദനകൾ, എൻ്റെ യാതനകൾ എല്ലാം നീ അറിയുന്നുണ്ടോ? ഇതിനൊക്കെ ഒരു പ്രതിനിധി നീ അവിടെ ഒരുക്കി തരണമേ കർത്താവേ. എന്തൊക്കെ സാഹചര്യത്തിലൂടെയാണോ നിങ്ങളിപ്പോൾ നടന്നു പോകുന്നത്, അവിടെയെല്ലാം ദൈവം നിങ്ങളോട് പ്രവർത്തിക്കുമാറാകട്ടെ. എൻ്റെ ഈ വേദന നിങ്ങളുടെ അവിടെ എത്തിക്കട്ടെ കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. എന്തൊക്കെ സാഹചര്യമായാലും ഉണ്ടെങ്കിലും അതെല്ലാം സോൾവ് ചെയ്യുന്ന രീതിയിൽ അവിടുന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. എന്തുകൊണ്ടും പേടിക്കേണ്ട. യേശു കർത്താവിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാം. അങ്ങേ അവിടുന്ന് കാണുന്നുള്ള കർത്താവെ, ഇവരുടെ യാതനകൾ നീ കേൾക്കണം, പ്രാർത്ഥനകൾ നീ കേൾക്കണം. തക്ക സമയത്ത് നീ അവിടുന്ന് ഉത്തരം നൽകി അവരെ അനുഗ്രഹിക്കണം കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.